വീണത് വിദ്യയാക്കി സുധാകരൻ. ഖർഗെയും രാഹുലും സ്ഥാനം മാറണമെന്ന് പറഞ്ഞില്ല. കേരളത്തിലെ നേതാക്കൾ സൂചന പോലും നൽകിയില്ല. പിണറായിക്കെതിരായ അന്തിമ പോരാട്ടം നയിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒഴിവായത് കണ്ണൂരിൽ നിന്ന് മന്ത്രിയാക്കാമെന്ന ഉറപ്പിലെന്നും സുധാകരൻ. KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിയാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണെന്ന് കെ സുധാകരൻ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് നിർദ്ദേശിച്ചത് KC വേണുഗോപാലാണെന്നും സുധാകരൻ വെളിപ്പെടുത്തി. ബെൽഗാവി സമ്മേളനത്തിന് ശേഷം 6 PCC അധ്യക്ഷന്മാർ രാജ്യത്ത് മാറി. അതിന്റെ ഭാഗമായി നേതൃത്വം കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണുഗോപാൽ പറഞ്ഞു. തനിക്ക് മറ്റു പല സ്ഥാനങ്ങളും നൽകാമെന്നും പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുമെന്നും മന്ത്രിസഭയിൽ അംഗമാക്കാമെന്നും വേണുഗോപാൽ ഉറപ്പു നൽകിയതായി കെ സുധാകരൻ പറഞ്ഞു. നിങ്ങളെ ഒഴിവാക്കുന്നതല്ല, പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്ന് വേണുഗോപാൽ പറഞ്ഞു. ഉചിതമായ ആദരം നൽകുമെന്നും താൻ നിർദ്ദേശിക്കുന്നയാളെ KPCC പ്രസിഡന്റ് ആക്കുമെന്നും പറഞ്ഞു. പ്രവർത്തക സമിതി അംഗത്വം നൽകുമെന്ന ഉറപ്പ് വേണുഗോപാൽ പാലിച്ചു. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാറ്റരുതെന്നായിരുന്നു രാഹുലിനോടും ഖർഗെയോടും ആവശ്യപ്പെട്ടത്. ഇരുവരും മാറണമെന്ന് ആവശ്യപ്പെട്ടില്ല. കേരളത്തിലെ നേതാക്കളോട് ആരോഗ്യ നിലയെപ്പറ്റി സംസാരിക്കാമെന്നായിരുന്നു ഇരുവരും പറഞ്ഞത്. എന്നാൽ കേരളത്തിലെ നേതാക്കൾ തനിക്ക് ഒരു സൂചന പോലും നൽകിയില്ല. പിണറായി വിജയനെതിരായ അന്തിമ പോരാട്ടമെന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. രാഹുലും ഖർഗെയും പറയാതിരുന്നതുകൊണ്ട് മാറേണ്ടി വരുമെന്ന് കരുതിയില്ല. 11 തവണ എന്റെ കാർ ആക്രമിക്കപ്പെട്ടതും 3 തവണ ബോംബേറിൽ നിന്ന് രക്ഷപ്പെട്ടതും പറഞ്ഞപ്പോൾ ഖർഗെയ്ക്ക് അത്ര വേഗം മനസ്സിലായില്ല. പിന്നീട് കണ്ണൂരിലെ CPM-നെതിരായ തന്റെ പോരാട്ടങ്ങൾ രാഹുൽ ഗാന്ധിയാണ് ഖർഗെയ്ക്ക് വിശദീകരിച്ചു കൊടുത്തതെന്നും സുധാകരൻ പറഞ്ഞു. അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് താൻ. ഹൈക്കമാൻഡ് പറയുന്നതേ കേൾക്കൂ. എനിക്ക് ഒരു സ്ഥാനവും വേണ്ട. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് താൻ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. കണ്ണൂർ കേന്ദ്രീകരിച്ചായിരിക്കും തന്റെ പ്രവർത്തനം. പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുകയാണ് തന്റെ രാഷ്ട്രീയ ദൗത്യം. KC വേണുഗോപാലും താനും തമ്മിൽ സഹോദര്യ തുല്യമായ ബന്ധമാണ്. 1993 കണ്ണൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പുകളെ വെല്ലുവിളിച്ച് താൻ മത്സരിച്ചപ്പോൾ വേണു KSU സംസ്ഥാന പ്രസിഡന്റാണ്. കരുണാകരനൊപ്പം നിന്നിട്ടും അദ്ദേഹം തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. A ഗ്രൂപ്പും I ഗ്രൂപ്പും എതിർത്തിട്ടും അന്ന് താൻ ജയിച്ചെന്നും സുധാകരൻ വ്യക്തമാക്കി. എന്നാൽ നിലവിൽ കണ്ണൂരിൽ മത്സരിക്കുന്ന സതീശൻ ബാച്ചേനിയെ ഒഴിവാക്കി സുധാകരനെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതം ചെറുതാകില്ല. പാർട്ടിയെ നയിക്കാൻ കഴിയാത്തയാൾക്ക് സംസ്ഥാനത്തെ മന്ത്രിസഭയെ നയിക്കാൻ കഴിയുമോ എന്ന ചർച്ചയും സജീവമാകും. സുധാകരൻ മത്സരിക്കുന്നത് കണ്ണൂരിൽ പാർട്ടിക്ക് നേട്ടമായേക്കാം. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ പാർട്ടി ഒഴിവാക്കിയ ആളെ മന്ത്രി പദവിയിലേക്ക് ആനയിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് മറുപടി നൽകാൻ പാർട്ടി നന്നേ കഷ്ടപ്പെടേണ്ടി വരും. നിലവിൽ LDF-ലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് കണ്ണൂർ സീറ്റിലുള്ളത്. 2000-ഓളം വോട്ടുകൾക്കാണ് ഇവിടെ നിന്ന് അദ്ദേഹം വിജയിച്ചത്. ഈ നിസ്സാര മാർജിൻ കോൺഗ്രസിന് അനായാസേന മറികടക്കാൻ കഴിയുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. 2019-ൽ PK ശ്രീമതിയെയും 2024-ൽ MV ജയരാജനെയും തോൽപ്പിച്ചാണ് കണ്ണൂരിൽ നിന്ന് സുധാകരൻ പാർലമെന്റിലെത്തിയത്. 2009-ൽ KK രാഗേഷിനെയും തോൽപ്പിച്ചു. 1992 മുതൽ നിയമസഭയിൽ കണ്ണൂരിൽ സുധാകരൻ അജയ്യനാണ്. സുധാകരൻ മാറിയതിനു പിന്നാലെ കണ്ണൂർ നിയമസഭാ സീറ്റും നഷ്ടമായി. കോൺഗ്രസിലെ അധികായനായ സുധാകരനെ ഒഴിവാക്കി തൽസ്ഥാനത്ത് വാഴിച്ച സണ്ണി ജോസഫിന് പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിട്ട് പാർട്ടിയെ നയിക്കാൻ കഴിയുമോ എന്ന സംശയമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നത്.